എല്ലാവർക്കും അതിഥീസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു ചോക്കോബാർ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചോക്കോബാർ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം പാലൈസ് ഉണ്ടാക്കിയെടുക്കണം. പാലൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒഴിക്കാനുള്ള കോൺഫ്ലോർ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പാല് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇനി മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ മിൽക്ക് പൗഡർ 1/2 കപ്പ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. അതിനുശേഷം നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ കോൺഫ്ലോർ മിക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും, കട്ട കെട്ടിപ്പോവും. തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മുടെ പാല് മിക്സ് നന്നായി കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് താഴെ ഇറക്കി വെച്ചിട്ട് വീണ്ടും കുറച്ച് സമയം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. നന്നായി കൂളായതിന് ശേഷം നമ്മുടെ പാല് മിക്സ് നന്നായി തണുത്ത് വന്നതിന് ശേഷം അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഐസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു സിലിക്കോൺ ഐസ് മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു കേക്ക് സിക്കിൾ മോൾഡാണ്. അതിലാണ് ഞാനിന്ന് പാലൈസ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് കുറേശ്ശെയായി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഭാഗം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ സ്റ്റിക്ക് വെച്ചതിന് ശേഷമാണ് ബാക്കി ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഓരോ സ്റ്റിക്കും വെച്ച് കൊടുക്കാം. ഐസ് സ്റ്റിക്ക് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും. ഇനി ബാക്കി കൂടി അതിൽ ഫിൽ ചെയ്ത് വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റി വയ്ക്കാം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള ഐസ് ക്യാൻഡി മോൾഡാണ് ഉള്ളതെങ്കിൽ ഇത് ചെയ്തെടുത്താൽ മതി. ഞാൻ സാധാരണയായി ഇതിലാണ് ഉണ്ടാക്കിയെടുക്കാറ്. പക്ഷേ എനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നിയത് ആ കേക്ക് സിക്കിൾ മോൾഡിൽ ഉണ്ടാക്കിയപ്പോഴാണ്. കാരണം പെട്ടെന്ന് തന്നെ സെറ്റാവുകയും റിമൂവ് ചെയ്യാനും അത് വളരെ എളുപ്പമാണ്. ഇതിനേക്കാളും അതാണ് വളരെ എളുപ്പമായി തോന്നിയത്. ഇനി നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 150 ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് എടുക്കുന്നുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചോക്കോബാർ ഉണ്ടാക്കാൻ വേണ്ടി മിൽക്ക് ചോക്ലേറ്റ് തന്നെ എടുക്കണം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മെൽട്ടായി വരുന്നുണ്ട്. ഇനി നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ മെൽട്ടായി വന്നതിന് ശേഷം നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് താഴെ ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ പാലൈസ് ചോക്ലേറ്റ് മുക്കുന്നതിന് മുമ്പ് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റഡ് ചോക്ലേറ്റ് നന്നായിട്ട് കൂളായി കിട്ടണം. ഒട്ടും ചൂടുണ്ടാകാൻ പാടില്ല. നമുക്ക് ഇതൊന്ന് ഓരോന്നായി റിമൂവ് ചെയ്തെടുക്കാം. കണ്ടില്ല, വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ മെൽറ്റഡ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടും. ഫ്രീസറിൽ വെച്ചത് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായി കിട്ടും. ഒരു 10-20 സെക്കൻഡ് കൊണ്ടൊക്കെ നമുക്കൊന്ന് സെറ്റായി കിട്ടും. അങ്ങനെ ഓരോന്നായി നമുക്ക് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ചോക്കോബാർ ഇഷ്ടമില്ലെങ്കിൽ പാലൈസ് അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാനും പറ്റും. ഇനി ബാക്കിയുള്ള മെൽറ്റഡ് ചോക്ലേറ്റിൽ ഞാൻ കുറച്ച് പീനട്ട് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് ഈ ചോക്ലേറ്റ് പീനട്ട് മിക്സിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. അപ്പോൾ തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ്. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്ത ഒരു ചോക്കോബാർ ഐസ്ക്രീമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ ഫ്രീസറിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ കഴിക്കുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക. ഫ്രീസറിൽ വെച്ച് കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഹാർഡായിരിക്കും. ഒരു 1/2 മണിക്കൂർ മുമ്പേ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കഴിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും നമ്മുടെ ചോക്കോബാർ ഐസ്ക്രീമിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു.